നമസ്കാരം പ്രിയമുള്ളവരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് ഒരു പ്രതിരോധത്തിന്റെ വാൽമീകം പൊട്ടിച്ചു പുറത്തു വരുന്നതാണ് ഇന്ന് കാണുന്നത്. പ്രത്യേകിച്ചും വി സതീശന്റെയൊക്കെ പ്രസ്താവനകളിൽ അതാണ് നിറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിരോധത്തിലായിരുന്ന കോൺഗ്രസ് കൂടുതൽ ശക്തമായി എതിരാളികളെ ആക്രമിക്കുന്നു എന്ന്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിന്റെ ഒരു ഫൈറ്ററായിരുന്നു, ഫ്രണ്ട് ലൈൻ ഫൈറ്ററായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തോടൊപ്പം നിൽക്കണമെന്ന് ഒരു വിഭാഗം സൈബർ കോൺഗ്രസിന്റെ പ്രവർത്തകരും സൈബർ ഇടങ്ങളിലുള്ള ആളുകളും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടികളിൽ നിന്ന് കോൺഗ്രസിനെ തൽക്കാലം പിന്നോട്ടടിക്കുന്നു എന്ന് തന്നെയാണ് നിഗമനം. കാരണം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിനെങ്കിലും ആദ്യ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാജിവെപ്പിക്കാനുള്ള തീരുമാനമായിട്ട് പാർട്ടി നേതൃത്വം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ സൈബർ ഇടങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ പ്രതികരണങ്ങളാണ് ഒരുപക്ഷെ പാർട്ടി നേതൃത്വത്തെ കൊണ്ട് അതിൽ നിന്ന് പിൻവലിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചതെന്ന നിഗമനം മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ്. മറ്റൊന്നും സതീശന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിഴലിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുത എന്തെന്ന് വെച്ചാൽ സതീശനും മാധ്യമങ്ങൾക്കും BJPയുടെ ഏതോ മുതിർന്ന നേതാവിനെ കുറിച്ച് ഈ ലൈംഗികപരമായ ഒരു വിവാദത്തിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അവരത് മുതലാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സതീശൻ പറയുന്നുണ്ട്. കണ്ടോൺമെന്റ് ഹൗസിലേക്ക് വിത്തുകാളയുമായി പ്രകടനം നടത്തിയ BJP ആ വിത്തുകാളയെ വിട്ടുകളയരുത്, കരുതി വെച്ചേക്കുക. ഉടനെ തന്നെ അതും എടുത്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ വസതിയിലേക്ക് നിങ്ങൾക്ക് മാർച്ച് നടത്തേണ്ടി വരും. അതായത് എന്തോ ഒക്കെ സതീശന്റെ കയ്യിൽ തടഞ്ഞിട്ടുണ്ട്. ഒപ്പം മാധ്യമങ്ങളും ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഏതോ പ്രമുഖനായ BJP നേതാവിന്റെ ലൈംഗിക അപവാദ കഥയുടെ ചുരുളുകൾ ഈ നിമിഷങ്ങളിൽ അല്ലെങ്കിൽ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ അഴിയാൻ പോകുന്നു എന്ന് തന്നെയാണ് വസ്തുത. പ്രത്യേകിച്ചും സതീശൻ പറയുമ്പോൾ അതിന് കുറച്ചുകൂടി കൃത്യതയുണ്ട്, വസ്തുനിഷ്ഠമായിരിക്കും. കാരണം അത് MM മണിയോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർ പോലെയോ പറഞ്ഞു പോകുന്നതല്ല. കേരള രാഷ്ട്രീയത്തിൽ അത്രത്തോളം സ്റ്റാൻഡേർഡ് ഉള്ള ഒരു നേതാവാണ് സതീശൻ. അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ നമ്മൾക്ക് നിസ്സാരവത്കരിച്ച് കളയുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങൾ BJPയുടെ കോർ കമ്മിറ്റിയിലുള്ള ഒരു നേതാവ് എന്ന് തന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളും പറയുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അതിന് ഇരയായ ആൾ വ്യക്തമായി ഒന്നും പറയാത്തത് കൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തുവിടാത്തത്. വരും ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കോഴിയെയും തൽക്കാലം വിത്തുകാളയുമൊന്നും വിട്ടുകളയണ്ട എന്ന് സതീശൻ BJP നേതൃത്വത്തോട് ഉപദേശിക്കുമ്പോൾ അതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തം. മറ്റൊന്ന്, ഇതിനോടനുബന്ധിച്ച് സന്ദീപ് ഭാര്യയുടെ ചില പ്രസ്താവനകളും വരുന്നുണ്ട്. സന്ദീപ് ഭാര്യ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകളും ഇതോടനുബന്ധിച്ച് പുറത്തു വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനമായ കാര്യം. മറ്റൊന്ന്, സന്ദീപ് ഭാര്യ വെല്ലുവിളിക്കുന്നു കൂടിയുണ്ട്. തൻ്റെ ചാറ്റ് ഒക്കെ കഴിഞ്ഞ ദിവസം കയ്യിലുണ്ട് എന്ന് BJPയുടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു. പത്രലേഖകർ അദ്ദേഹത്തെ സന്ദർശിച്ച സമയത്ത് അവരുമായിട്ട് ഒരു പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് അദ്ദേഹം പോക്കറ്റിൽ തൻ്റെ ഫോണിൽ ഇപ്പോഴും വാട്സപ്പിൽ ഇപ്പോഴും സന്ദീപ് വാര്യർ ആരുമായിട്ടൊക്കെ നടത്തിയ ചാറ്റ് അതിൻ്റെ വൃത്തികെട്ട കഥകൾ ഉണ്ട്. അത് പുറത്തുവിട്ടാൽ സന്ദീപ് വാര്യർക്ക് തല മണ്ണിൽ പൂഴ്ത്തി നിൽക്കേണ്ടി വരും, ഒരു പാർട്ടിയിലും പ്രവർത്തിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് സന്ദീപ് വാര്യർ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അത്രയും എന്തെങ്കിലും ചാറ്റ് ഉണ്ടെങ്കിൽ പുറത്തു വിടൂ, തേങ്ങ ഉടയ്ക്കുമെന്ന് ഏതോ സിനിമയിൽ പറയുന്നത് പോലെ പറയാതെ തേങ്ങ ഉടയ്ക്കുമെന്ന് സന്ദീപ് വാര്യർ പറയുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ 9 മാസമായി അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നത് മുതൽ ഇത്തരം ആരോപണങ്ങൾ BJP അദ്ദേഹത്തിന് നേരെ ഉന്നയിക്കുകയാണ്. പക്ഷേ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ പുറത്തുവിടൂ എന്നാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഒരു തെളിവ് ഉണ്ടാകുമെന്ന് എനിക്കും തോന്നില്ല. കാരണം കൃഷ്ണകുമാറിന് അത്രത്തോളം തന്നെ സന്ദീപ് വാര്യർ ആക്രമിച്ചിരുന്നു. അദ്ദേഹത്തെ ഈ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടായെങ്കിൽ കൃഷ്ണകുമാർ വഴി അല്ലെങ്കിൽ ആരെങ്കിലും വഴിയൊക്കെ അത്തരം കാര്യങ്ങൾ പുറത്തുവിട്ടേനെ. ഇപ്പോൾ ഡയറക്റ്റായിട്ട് പുറത്തുവിടണമെന്നില്ല, ഏതെങ്കിലും ചാനലൊക്കെ കൊടുത്താൽ തന്നെ പുറത്തു വരും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം സന്ദീപ് വാര്യർക്കെതിരെ അങ്ങനെ ഒരു തെളിവുണ്ടാകുവാൻ സാധ്യതയില്ല, വെറുതെ BJP പറയുന്നതെന്നാണ്. എന്തായാലും ഇപ്പോൾ സന്ദീപ് വാര്യർ പറയുന്നത് സന്ദീപ് വാര്യരുടെ കയ്യിൽ തെളിവുണ്ട്, ഇത്തരം ഒരു സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് BJPയുടെ ഒരു നേതാവിൻ്റെ തെളിവുണ്ട്, വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നാണ്. എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയം സ്ത്രീ വിഷയവുമായി സ്ത്രീ സംബന്ധമായി ഇങ്ങനെ നീറിപ്പുകയുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ഇപ്പോൾ സതീശന്റെ വാക്കുകൾ പറഞ്ഞാൽ CPMന്റെയും BJPയുടെയും നേതാക്കന്മാരെ പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നു എന്ന് തന്നെയാണ് വാസ്തവം. എന്തായാലും മാധ്യമങ്ങൾക്ക് നല്ല ഓണസദ്യയായി, കുശാലായി. കാരണം അത്രത്തോളം ലൈംഗിക അപവാദ കഥകളാണ് ആളുകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. നേതാക്കന്മാരെ കുറിച്ചാകുമ്പോൾ, രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ കുറിച്ചായിരിക്കുമ്പോൾ വളരെയധികം ആൾക്കാർ കേൾക്കാൻ ഇഷ്ടപ്പെടും. എന്തായാലും മാധ്യമങ്ങളെ സംബന്ധിച്ച് കുശാലായ ഒരു നാളുകളാണ് കടന്നു വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.